ഓക്കെ. അപ്പൊ നമുക്ക് ഈ 2 ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം എന്താണ് നമുക്ക് ഇതിന്നുള്ള 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ 2 ടോപ്പിക്ക്ന്ന് നോക്കാം. അപ്പൊ ഈ ഒരു മൊത്തത്തില് നമ്മൾ ഈ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞ് പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കവർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിത് പ്രിപ്പയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പതുക്കെ ക്ലാസ് തുടങ്ങാം. ഇത് ജസ്റ്റ് ഞാൻ ഓടിച്ച് പറയുന്നേ ഉള്ളൂ ട്ടോ. കാരണം നമ്മൾ ഒരു വട്ടം എടുത്ത് കഴിഞ്ഞ ടോപ്പിക്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് മോട്ടിവേഷൻ തന്നെ നോക്കാം. മോട്ടിവേഷനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ മോട്ടിവേഷൻ എന്താണ്? ഏത് ടേമിന്നാണ് വന്നത്? അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡെഫിനിഷൻ? മോട്ടിവേഷൻ റെഫേഴ്സ് ടു എ പേഴ്സൺസ് വില്ലിംഗ്നെസ് ടു എക്സെർട്ട് ഫിസിക്കൽ ഓർ മെന്റൽ എഫേർട്ട് ഇൻ പെർസ്യൂട്ട് ഓഫ് ഗോൾ ഓർ ഔട്ട്കം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഒരു നമ്മൾ കേട്ട ക്ലാസ് തന്നെയാണ്. റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുന്നില്ല. ഇതാണ് APA പറഞ്ഞ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുള്ളൂ ഈ ഒരു സെഷനിൽ. പിന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെയിൻലി ആദ്യം പറയുന്ന ബേസിസ് ഓഫ് സോഴ്സിന്റെ ബേസിസിൽ പറയുന്ന 2 ടൈപ്സ് ഉണ്ടല്ലോ, അതാണ് എന്താ പറയാ കമ്പാരിറ്റീവ്ലി ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങൾ കാണാറ്, എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും. എന്താണ് എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് എന്താണ്, എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള മണി, ഗ്രേഡ്, പ്രൈസ് എന്നുള്ള സംഭവങ്ങൾ കൊണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇന്റേണൽ ആയിട്ട് നമുക്കത് വേണം തോന്നി, നമുക്കത് ഇഷ്ടപ്പെടുകയാണ്, നമ്മളത് എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, ഈ 2 സാധനങ്ങളും അതിന്റെ ഡിഫറൻസിയേഷനും അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതെന്ന് കാണാറുണ്ട്. പിന്നെ അപ്രോച്ചിന്റെ ബേസിൽ 2 മോട്ടിവേഷൻ പറയുന്നുണ്ട്, പോസിറ്റീവ് മോട്ടിവേഷൻ, നെഗറ്റീവ് മോട്ടിവേഷൻ. ജസ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കുക. ദെൻ മോട്ടിവേഷൻ സൈക്കിൾ പറയുന്നുണ്ട്. ഇതിൽ ഓരോ ടേമും ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് ഓരോ ടേമും എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞു വെക്കണം. നമ്മൾ 4 സൈക്കിളിലെ 4 ഫേസസ് ആണ് പറഞ്ഞത്. നീഡ്, ഡ്രൈവ്, ഇൻസെന്റീവ്, ഗോള്. നീഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു നീഡ്, ആ വേർഡ് മീനിങ് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഡെഫിഷ്യന്റ് ആവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു നീഡാണ്. ആ ഒരു നീഡ് നമ്മുടെ ഉള്ളിലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ആ നീഡ്. ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു നീഡിനെ അല്ലെങ്കിൽ ആ ഒരു നീഡ് ഉണ്ടാക്കിയ ആ ഒരു വിടവുണ്ടല്ലോ, അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നീഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഡ്രൈവ്. ഓക്കെ. പിന്നെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞപ്പോൾ അത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ പ്രൈസ്, അതിനാണ് ഇൻസെന്റീവ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഗോൾ എന്ന് പറയുമ്പോൾ എന്തിലേക്കാണ് നമ്മൾ ഒരു ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് നമ്മൾ എന്തിലേക്കാണ് എത്തുന്നത്, അതാണ് ഗോള്. ഓക്കെ. അപ്പൊ ഈ മോട്ടിവേഷൻ സൈക്കിളിലെ 4 ടേംസും അതെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞു വെക്കാം. പിന്നെ പറയാനുള്ളത് ഇതൊന്ന് ജസ്റ്റ് വായിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ഇമ്പോർട്ടന്റ് ആയിരുന്നു, ഇമ്പോർട്ടന്റ് തന്നെ പറയാം. അപ്പൊ ഇത് ജസ്റ്റ് പ്രൈമറി മോട്ടീവ്സ് എന്താണ്, സെക്കൻഡറി മോട്ടീവ്സ് എന്താണെന്നുള്ളതാണ്. പ്രൈമറി മോട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ബയോളജിക്കൽ നീഡ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മോട്ടീവ്സിനാണ് പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുക. ഫുഡ്, വാട്ടർ, ഓക്സിജൻ, കണവണയൊക്കെ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ആയിട്ടുള്ള മോട്ടീവ്സ്. പിന്നെ നമ്മൾ തിയറീസ് ഓഫ് മോട്ടിവേഷൻ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. കുറേ തിയറീസും ആ തിയറീസിനെ എങ്ങനെയൊക്കെ ഓരോ ക്ലാസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പുഷ് ആൻഡ് പുൾ തിയറീസ്. പുഷ് എന്ന് പറയുമ്പോൾ എന്താ, മലയാളത്തിൽ വേർഡ് മീനിങ് പുഷ് എന്ന് പറയുമ്പോൾ തള്ളുക എന്നാണല്ലോ. അപ്പോൾ ഒരു മോട്ടിവേഷനിലേക്ക് നമ്മളെ തള്ളുക എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നാണ് ആ ഒരു തള്ളു വരേണ്ടത്. ഓക്കെ. അപ്പൊ അതാണ് പുഷ് തിയറീസ്. പുഷ് തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നുള്ള ആ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻട്രിൻസിക് ആ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആണ് പുഷ് തിയറീസിൽ വരുന്നത്. പുൾ തിയറി എന്ന് പറയുമ്പോൾ, പുൾ എന്ന് പറയുമ്പോൾ ഉള്ള വേർഡ് മീനിങ് എന്താ, വലിക്കുക എന്നാണ്. അതായത് ഒരു ബിഹേവിയറിലേക്ക് ഒരു ഗോള് നമ്മളെ വലിക്കുകയാണ്. അപ്പൊ അതെന്തായിരിക്കും, അത് എക്സ്റ്റേണൽ ആയിരിക്കും. കാരണം നമ്മളെ അങ്ങോട്ട് വലിക്കുകയാണ്. അപ്പൊ അത് എക്സ്റ്റേണൽ സാലറിയോ അല്ലെങ്കിൽ മണിയോ അങ്ങനെ എന്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന തിയറീസ് ആണ് പുൾ തിയറി വരുന്നത്. ഇതാണ് പുഷ് ആൻഡ് പുൾ തിയറി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് നമ്മൾ ഡ്രൈവ് റിഡക്ഷൻ തിയറി പറഞ്ഞു. ക്ലാർക്ക് ഹള്ളിന്റെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാർക്ക് ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറി. അതായത് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞിരിക്കാം. എന്തായിരുന്നു നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബോഡിയുടെ ടെൻഡൻസിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ബോഡിക്ക് എപ്പോഴും ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിർബന്ധമാണ് ബോഡിക്ക്. അങ്ങനെ ഒരു ബാലൻസ് ഇംബാലൻസ് ആവുകയാണെങ്കിൽ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടി ഒരു ബിഹേവിയർ ചെയ്യാൻ ഒരു ഡ്രൈവ് ഉണ്ടാവും. അതിനെ പിന്നെ ആ ഒരു മോട്ടിവേറ്റഡ് ആയ ഒരു ബിഹേവിയർ ചെയ്ത് അത് എങ്ങനെയും അത് ബാലൻസ് ആക്കാൻ ബോഡി ശ്രമിക്കും. ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താ
അതാണ് ഹോമിയോസ്റ്റാസിസ്. ഡ്രൈവ് റിഡക്ഷൻ തിയറി പറയുന്നത് എന്തെങ്കിലും പെർട്ടിക്കുലർ നീഡ് ഉണ്ടാകുമ്പോൾ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ മോട്ടിവേറ്റഡ് ആവും എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. അപ്പൊ ഇതൊരു പുഷ് തിയറി ആണോ പുൾ തിയറി ആണോ നിങ്ങൾ പറ? ഇത് പുഷ് തിയറി ആണോ പുൾ തിയറി ആണോ ഈ ഡ്രൈവ് റിഡക്ഷൻ തിയറി വരാ? പുഷാണ് മാം. അതെ, പുഷ് ആണ്. കാരണം ഇതെന്താ, അത് ഇന്റേണൽ ആയിട്ട് ഉണ്ടാവുന്ന ഡ്രൈവ് ആണ്. അപ്പൊ അത് നമ്മളെ ഒരു ബിഹേവിയർ കാണിക്കാൻ വേണ്ടി അത് നമ്മളെ ഫോഴ്സ് ചെയ്യാണ്, തള്ളാണ്. അപ്പൊ ഇത് പുഷ് തിയറിന്റെ അണ്ടറിലാണ് ഈ ഡ്രൈവ് റിഡക്ഷൻ തിയറി ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു തിയറി പറയുന്നത് ഇൻസെന്റീവ് തിയറി ആണ്. ഇതെന്താണ്? ഇത് ഇൻസെന്റീവ് തിയറി പറയുമ്പോൾ ആ പേര് തന്നെ നമ്മളെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അതിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള സംഭവങ്ങളാണ് ഇൻസെന്റീവ് തിയറിന്റെ അണ്ടറിൽ തിയറീസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? പുറത്തുനിന്നുള്ള സാധനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പുൾ തിയറിന്റെ അണ്ടറിലാണ് ഇൻസെന്റീവ് തിയറീസ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കണ്ടന്റ് തിയറീസ്, പ്രോസസ് തിയറീസ് എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷന്റെ തിയറീസിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടന്റ് തിയറീസിൽ ഡിസ്കസ് ചെയ്യുന്ന തിയറീസിൽ എന്താണ് മെയിൻ ആയിട്ട് നോക്കുന്നത്? കണ്ടന്റ് തിയറീസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? വാട്ട് മോട്ടിവേറ്റ്സ് പീപ്പിൾ, എന്താണ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ടന്റ് തിയറീസിന്റെ അടിയിൽ, അല്ലെങ്കിൽ എന്നൊരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കണ്ടന്റ് തിയറിന്റെ അണ്ടറിൽ വരുന്ന തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു 5 തിയറീസ് ഉണ്ടായിരുന്നു. കണ്ടന്റ് തിയറീസിൽ ആദ്യത്തെ തിയറിയാണ് മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ് തിയറി. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ പിരമിഡ് അല്ലെങ്കിൽ ഈ ഹയറാർക്കി ഓഫ് നീഡ്സ് ബേസിക് ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുന്ന പോലെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ബേസിക് ലെവലും ഫുൾഫിൽ ചെയ്താണ് നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്തുക എന്നുള്ള തരത്തിൽ. പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡെഫിഷ്യൻസി നീഡ്സും ഗ്രോത്ത് നീഡ്സും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ഇത് ഡെഫിഷ്യൻസി നീഡ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇത് ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ 5 ലെവലിന് പുറമേ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ അഡീഷണൽ ആയിട്ട് അറിഞ്ഞു വെക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി ആയിരുന്നു കണ്ടന്റ് തിയറിന്റെ അണ്ടറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെന്തൊക്കെയാണ്? അതിൽ മെയിൻ ആയിട്ട് ഹെസ്ബർഗ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ മോട്ടിവേഷന്റെ ഡയമെൻഷൻസ് ആയിട്ട് 2 സംഭവങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോട്ടിവേഷൻ അഥവാ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആള് മോട്ടിവേഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 കോമ്പണൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും പിന്നെ ഒന്ന് മോട്ടിവേറ്റേഴ്സും. ഓക്കെ, ഹൈജീൻ ഫാക്ടേഴ്സിനെ തന്നെ മെയിൻ എന്താ, ഹൈജീൻ ഫാക്ടേഴ്സിനെ വേറൊരു പേരിലും കൂടെ ആള് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ആ പേര് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യാൻ വിട്ടതാണ്. മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എക്സാമ്പിൾസ് ആട്ടോ. ഇതിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുള്ളത് ഇതിന്റെ എക്സാമ്പിൾസ് വെച്ചുകൊണ്ടാണ്. ഞാൻ ആ റെഡി കൊടുത്ത സംഭവം കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ ഹൈജീൻ ഫാക്ടർ ഏതാണ്, ഹൈജീൻ ഫാക്ടർ അല്ലാത്ത ഏതാണ്, അങ്ങനെയുള്ള രീതിക്കൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കാണാറ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത് കമ്പനി പോളിസി, സൂപ്പർവിഷൻ, സാലറി, ഇന്റർപേഴ്സണൽ റിലേഷൻ, വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെയാണ്. ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെ ഡിസാറ്റിസ്ഫാക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു ഹൈജീൻ ഫാക്ടേഴ്സ് അഥവാ മെയിൻ്റെനൻസ് ഫാക്ടർ, നമ്മൾ ഒരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. പിന്നെ അടുത്തൊരു ഇതായിരുന്നു മോട്ടിവേറ്റേഴ്സ്. മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേറ്റേഴ്സ്. അതിൽ എന്തൊക്കെ വരും? അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, വർക്ക്, റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെന്റ്, ഇതൊക്കെയാണ് മോട്ടിവേറ്റേഴ്സിൽ വരാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്ന സാധനങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് അധികം കാണാറ്. പിന്നെ പറഞ്ഞ തിയറി ആയിരുന്നു ആൾഡർഫറിന്റെ ERG തിയറി. ഇതില് നമ്മൾ പറഞ്ഞു മാസ്ലോന്റെ തിയറീനെ ചുരുക്കിയിട്ട് 3 സ്റ്റേജ് ആക്കിയതാണ് ആൾഡർഫർ. ERG എന്ന് പറയുന്ന ആ 3 ലെറ്റേഴ്സിനും എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത് എന്ന 3 കോമ്പണൻസ് ആണ് ആൾ പറയുന്നത്. എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ നീഡ്സ് ഒക്കെയാണ്. റിലേറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടേം സൂചിപ്പിക്കുന്നത് സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻ, സോഷ്യൽ ആയിട്ടുള്ള സേഫ്റ്റി, അങ്ങനത്തെ നീഡ്സ് ആണ് വരുന്നത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എസ്റ്റീം, ആക്ച്വലൈസേഷൻ പോലുള്ള നീഡ്സ് ആണ് ഗ്രോത്ത് നീഡ്സിൽ വരുന്നത്. പിന്നെ അടുത്തൊരു തിയറി ആയിരുന്നു എംക്ലീലാൻഡിന്റെ നീഡ് തിയറി. കുഴപ്പമൊന്നുമില്ലല്ലോ. എംക്ലീലാൻഡിന്റെ നീഡ് തിയറി, ഇതില് മെയിൻ ആയിട്ട് എന്താണ് 3 ടൈപ്സ് ഓഫ് നീഡ്സ് ആണ് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞേക്കാട്ടോ, ഇത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരും. ഇതിലില്ലാത്തത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, പിന്നെ നീഡ് ഫോർ വേറെ എന്തെങ്കിലും കൂടെ തന്നിട്ട് ഇതില് എംക്ലീലാൻഡ് പറയാത്തത് ഏതാണെന്നൊക്കെ കഴിഞ്ഞിട്ട് ചോദ്യം വരും. അപ്പൊ ഈ 3ഉം കൺഫ്യൂഷൻ ആക്കുന്ന പോലെ ഇതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ചോദ്യം കാണാറ്. അപ്പൊ 3 നീഡ്സും എന്താണ് ഏതാണെന്നുള്ളത് അറിഞ്ഞേക്കാം. 3ആണുള്ള അച്ചീവ്മെന്റ്, പവർ, അഫിലിയേഷൻ. ഓക്കെ, പിന്നെ
സൈക്കോജനിക് തിയറി അഥവാ മാനിഫെസ്റ്റ് നീഡ്സ് തിയറിയാണ് പറഞ്ഞിരുന്നത്. ഹെൻറി മുറാന്റെ തിയറിയാണ് ഇതിലെന്താണ് പറയുന്നത്, ഇതിൽ ആള് മെയിനായിട്ട് പ്രൈമറി നീഡ്സ്, സെക്കൻഡറി നീഡ്സ്, മാനിഫെസ്റ്റ് നീഡ്സ്, ലേറ്റന്റ് നീഡ്സ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് കൊണ്ടുവരുന്നത്. അതിൽ പ്രൈമറി നീഡ്സിൽ നമ്മളെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ച്വൽ, ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ്, ഫുഡ്, വാട്ടർ, സെക്സ് പോലെയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡറി നീഡ്സിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മളെ ഈ ഫിസിയോളജിക്കൽ അല്ലാത്ത കുറച്ചുകൂടെ ഹയർ ലെവൽ ആയിട്ടുള്ള നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള ലൈഫിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള നീഡ്സ്, അതിൽ ഫിസിയോളജിക്കലും പെടാം എന്നുള്ള നീഡ്സാണ് സെക്കൻഡറി നീഡ്സ്. മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് നീഡ്സ് ആണ്. ലാറ്റൻ എന്ന് പറയുമ്പോൾ ഒരു നീഡ് ഉണ്ട്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത നീഡ്സ് ആണ് ലാറ്റൻ നീഡ്സ്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മാനിഫെസ്റ്റ് നീഡ്സ് അതിൽ മെയിനായിട്ട് ഇവിടെ ആ ഒരു അൺകോൺഷ്യസ് എന്നുള്ള ഒരു ആസ്പെക്ട് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു കണ്ടന്റ് തിയറിന്റെ അണ്ടറിൽ വരുന്ന തിയറീസ് പറഞ്ഞു. ഇനി പ്രോസസ് തിയറിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള നാലെണ്ണാണ് റൂമിന്റെ എക്സ്പെക്ടൻസി തിയറി, പിന്നെ ഗോൾ സെറ്റിംഗ് തിയറി, ആദംസ് ഇക്വിറ്റി തിയറി, റെയിൻഫോഴ്സ്മെന്റ് തിയറി. റൂമിന്റെ എക്സ്പെക്ടൻസി തിയറിയിൽ ആള് പറയുന്ന 3 കമ്പണൻസ് ഉണ്ട്, മോട്ടിവേഷന്റെ 3 കമ്പണൻസ്: എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി ആൻഡ് വാലൻസ്. എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന പെർഫോമൻസ് കിട്ടുന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന റിവാർഡ് കിട്ടുന്നുള്ളൊരു ഒരു ബിലീഫ്. പിന്നെ വാലൻസ് എന്ന് പറയുമ്പോൾ ആ കിട്ടാൻ പോകുന്ന റിവാർഡിന് നമ്മൾ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഈ 3 കോമ്പണന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 ഒരേ അളവിൽ അല്ലെങ്കിൽ ഹയർ ലെവലിൽ ഉണ്ടായാൽ തന്നെ നമുക്കൊരു പ്രോപ്പർ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ആദമിന്റെ ഇക്വിറ്റി തിയറി ഞാൻ ഒന്നുകൂടി സ്പീഡ് ആക്കാൻ തോന്നുന്നു, പിന്നെ അതൊക്കെ നോക്കിയതാണല്ലോ. ഇപ്പൊ ആദമിന്റെ ഇക്വിറ്റി തിയറിയിൽ എന്താ പറയുന്നത്, നമ്മൾ ഇടുന്ന ഇൻപുട്ടും കിട്ടുന്ന ഔട്ട്പുട്ടും ഇക്വിറ്റി, അത് തമ്മിലൊരു ആ റേഷ്യോ ഒരു ഇക്വിറ്റബിൾ ആയിരിക്കണം. നമ്മളൊപ്പമുള്ള ആൾക്കാർക്കും ആ ഒരു റേഷ്യോ തന്നെ ആയിരിക്കണം. അതായത് നമ്മളിടുന്നേക്കാൾ കുറവ് എഫേർട്ട് അവർക്കും കൂടുതൽ ഔട്ട്പുട്ട് അവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ റേഷ്യോ കറക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇക്വിറ്റി, എല്ലാവരും തമ്മിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയിൽ ഇക്വിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഗോൾ സെറ്റിംഗ് തിയറി, എഡ്വിൻ ലോഗിന്റെ ഗോൾ സെറ്റിംഗ് തിയറിയിൽ എന്താണ്, നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആകും, കാട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ ഗോളിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണമെന്നുള്ള, വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്യാന്നല്ല, ഗോൾ ഡിഫിക്കൽട്ടി, അത് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി വേണം, പിന്നെ സ്പെസിഫിക് ആയിരിക്കണം, ആ ഗോളിനോട് കമ്മിറ്റ്മെന്റ് വേണം, നമ്മളെ പാർട്ടിസിപ്പേഷൻ വേണം ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്സ് കിട്ടണം. ഇങ്ങനെ ഒക്കെ കുറച്ച് ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ഗോൾസ് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ റെയിൻഫോഴ്സ്മെന്റ് തിയറി, BF സ്കിന്നറിന്റെ, അത് മെയിൻലി നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മളെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ മോട്ടിവേഷൻ അവിടെ ഉണ്ടാവുന്നത് അതിന്റെ കോൺസിക്വൻസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിലാണ് കുറച്ച് ടൈപ്സ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് റിവാർഡ്സ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കാം. പിന്നെ നമ്മൾ കടന്നത് മോട്ടിവേഷന്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റിലേക്കാണ്, അഥവാ ബയോളജിക്കൽ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. അതിൽ മെയിൻലി 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഹങ്കർ മോട്ടിവേഷനും സെക്ഷൽ മോട്ടിവേഷനും. ഹങ്കർ മോട്ടിവേഷനിൽ തന്നെ ഹങ്കർ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന് പലതരത്തിലുള്ള തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിരുന്നു. ഒന്നാണ് സ്റ്റൊമക് കോൺട്രാക്ഷൻ തിയറി, കാനോന്റെയും വാഷ്ബേണിന്റെയും ആണ്. അതിൽ പറയുന്നത് ഹങ്കർ ഉണ്ടാവുന്നത് സ്റ്റൊമക് കോൺട്രാക്ഷൻ കാരണം, ആ പേര് പോലെ തന്നെ സ്റ്റൊമക് കോൺട്രാക്ഷൻ കാരണമാണ്. പക്ഷെ ആ തിയറി അധികകാലം നിന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഹൈപ്പോതലാമിക് തിയറി, നമ്മൾ ഹങ്കർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഹൈപ്പോതലാമസിലുള്ള റോളും കാര്യങ്ങളൊക്കെ പറയുന്ന, ഹൈപ്പോതലാമസിലുള്ള പെർട്ടിക്കുലർ ഏരിയാസ് ന്യൂക്ലിയസ് ഒക്കെ പറയുന്ന തിയറിയാണ് ഹൈപ്പോതലാമിക് തിയറി. ആ ന്യൂക്ലിയസ് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ, കാരണം അതിങ്ങനെ കാണാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതോടെ പറയാം. പിന്നെ ഗ്ലൂക്കോസ്റ്റാറ്റിക് തിയറി പറഞ്ഞു, ഗ്ലൂക്കോസ് ലെവൽ ഹങ്കറിനെ എഫക്ട് ചെയ്യേണ്ട ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള പോലെ. പിന്നെ ഹോർമോൺ തിയറി, ഇതിൽ പറയുന്ന ഓരോ ഹോർമോണും എങ്ങനെ ഹങ്കറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നോക്കിയേക്കാം. ഹോർമോൺ തിയറിയിൽ കുറച്ച് ഹോർമോൺസും അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ നമ്മളെ ഹങ്കറിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹങ്കർ മോട്ടിവേഷൻ കഴിഞ്ഞ് ബയോളജിക്കൽ തിയറിയിൽ നമ്മൾ അടുത്തത് പറഞ്ഞത് സെക്ഷൽ മോട്ടിവേഷൻ ആണ്. അപ്പോൾ സെക്ഷൽ മോട്ടിവേഷനിൽ എന്തായിരുന്നു, നമ്മൾ ഒരു സെക്ഷൽ റെസ്പോൺസ് സൈക്കിളും പിന്നെ ഓരോ പെർട്ടിക്കുലർ ടേംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്കിള് അതിന്റെ ഓരോ സ്റ്റേജും എന്തൊക്കെയാണ് സ്റ്റേജ് എന്നുള്ളത് അറിഞ്ഞേക്കാം. അത് പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏതൊക്കെയാണ് സ്റ്റേജ് എന്നുള്ളത്. എക്സൈറ്റ്മെന്റ്, പ്ലാറ്റ്യൂ, ഓർഗാസം, റെസൊല്യൂഷൻ, ഇത് 4ആണ് ഒരു സെക്ഷൽ റെസ്പോൺസ് സൈക്കിൾ വരുന്ന സ്റ്റേജസ്. പിന്നെ റിഫ്രാക്ടറി പീരീഡ്, ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ്, പിന്നെ എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുകൊണ്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഓരോ ടേംസ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കാം.
പിന്നെ സെറ്റ് പോയിന്റ് തിയറി പറഞ്ഞു. നമ്മൾ ഹങ്കറിനായാലും വെയിറ്റിനായാലും ഒരു സെറ്റ് പോയിന്റ് ഉണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഹങ്കർ ഇൻക്രീസ് ചെയ്ത് ആ ഒരു സെറ്റ് പോയിന്റ് ഓഫ് വെയിറ്റ് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന തിയറിയാണ് സെറ്റ് പോയിന്റ് തിയറി. പിന്നെ ബേസിക് മെറ്റബോളിക് റേറ്റ്, അതെന്താണ് ടേം കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇൻസ്റ്റിങ് തിയറി. അതില് എന്താ പറയുന്നത്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിങ് ആയിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളതാണ്. പിന്നെ അറൗസൽ തിയറി, ഇതിൽ മെയിൻ ആയിട്ടുള്ളത് യെർക്സ് ഡോഡ്സൺ ലോ ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതിലെന്താണ് പറയുന്നത്, ഒരു പോയിന്റ് വരെ അറൗസൽ അപ് ടു ഒരു പോയിന്റ് വരെ നമ്മളെ പെർഫോമൻസ് കൂടും. പിന്നെ അറൗസൽ കൂടുകയെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ള രീതിക്ക് പറയുന്നതാണ്. അതിന്റെ ഒരു കർവ് നമ്മൾ നോക്കി ഒപ്റ്റിമൽ ലെവൽ കഴിഞ്ഞ് പിന്നെയും അറൗസൽ കൂടുമ്പോൾ അവിടെ പെർഫോമൻസ് കുറയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇതിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അത് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ സൈക്കോഅനലിറ്റിക് തിയറി ആസ് യൂഷ്വൽ ഫ്രോയിഡിൻ്റെതാണ്. ഫ്രോയിഡ് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അൺകോൺഷ്യസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ജസ്റ്റ് വായിച്ച് വെച്ചാൽ മതി. പിന്നെ ഹ്യൂമനിസ്റ്റിക് തിയറി, നമ്മളെ ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേറ്റഡ് ആവുന്നത് എന്നൊക്കെ പറയുന്നത്. പിന്നെ എക്സ് ആൻഡ് വൈ തിയറി, ഇത് കുറച്ചുകൂടി ഒരു ഓർഗനൈസേഷണൽ സെറ്റിംഗിൽ വരുന്ന തിയറിയാണ്. തിയറി എക്സ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് ഭയങ്കര ലേസി പാസീവ് അങ്ങനെ എനിക്കാണ്, അപ്പോൾ ലീഡർഷിപ്പ് അതോറിറ്റേറ്റീവ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വൈ പറയുമ്പോൾ കുറച്ചുകൂടെ വർക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരും ഗ്രോത്ത് സീക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവിടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ സെഡ് തിയറി വലിയ മൗച്ചിൻ്റെ, അതിൽ കുറച്ചുകൂടി ഹ്യൂമനിസം ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ നന്നായി വർക്ക് ചെയ്യും, നന്നായി മോട്ടിവേറ്റഡ് ആവും എന്നുള്ളൊരു ഓർഗനൈസേഷൻ സെറ്റിംഗിൽ വരുന്ന തിയറീസ് ആണ് എക്സും വൈയും സെഡും ഒക്കെ. പിന്നെ പോർട്ടർ ആൻഡ് ലോലർ മോഡൽ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടൊന്നും കാണാനല്ല. എപ്പോഴും ചോദിച്ചാൽ ഞാനിതുവരെ നോക്കിയ പ്രീവിയസ് ഇയറിൽ ഈ തിയറി നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടില്ല. എന്നാൽ ജസ്റ്റ് എന്താണ് മോഡൽ, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എലമെന്റ്സ് വരുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് വായിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അത്ര ഉള്ള മോട്ടിവേഷൻ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇനി എവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ് ഒന്നുകൂടെ കാണാം. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ മോട്ടിവേഷനിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇമോഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇമോഷനും കൂടെ നോക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മളിപ്പോ മോട്ടിവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇമോഷനും കൂടെ പറഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇമോഷനിൽ നമ്മളെ എന്താണ് ഇമോഷൻ, അതിന്റെ APIന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 കമ്പണൻസ് പറഞ്ഞു ഇമോഷന്റെ. കോഗ്നിറ്റീവ് കമ്പണന്റ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഉണ്ട്, ആൻഡ് ബിഹേവിയറൽ കോമ്പണന്റ് ഉണ്ട്. എന്നിട്ട് ഈ ഓരോ കോമ്പണൻസും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ചെയ്തത്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫിസിയോളജിക്കൽ കമ്പണന്റിൽ നമ്മൾ കുറച്ച് കുറച്ച് ബ്രെയിനിന്റെ സ്ട്രക്ചേഴ്സും അല്ലാത്ത സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എന്താണ് ഇമോഷണൽ റോള് എന്നുള്ളതൊക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതൊക്കെ നോക്കിയേക്കാം. കുറെ ഇത് പറഞ്ഞു. നമ്മൾ അമിഗ്ഡാലയൊക്കെ ഇമോഷന്റെ കേസ് പറയുമ്പോൾ എടുത്ത് പറയാനുള്ളതാണ്. കാരണം ഇമോഷനിൽ ഏറ്റവും അധികം റോളുള്ള, അല്ലെങ്കിൽ ബ്രെയിൻ സെന്റർ ഫോർ ഇമോഷൻ, ബ്രെയിനിൽ നമ്മൾ ഇമോഷനെ ഡീൽ ചെയ്യുന്നതിൽ ഏറ്റവും അധികം റോളുള്ള ഒരു പാർട്ടാണ് അമിഗ്ഡാല. അമിഗ്ഡാല എന്ന് പറയുമ്പോൾ തന്നെ അത് ഇമോഷനുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം. പിന്നെ അങ്ങനെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, സിംഗ്ലിഡ് കോർട്ടെക്സ്, അങ്ങനെ ഓരോ ബ്രെയിനിന്റെ പാർട്ടുകളും ഇതൊക്കെ എങ്ങനെ ഇമോഷനായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഒളിമ്പിക് ഡോപ്പമിൻ പാത്വേ, റൈറ്റ് ബ്രെയിൻ ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ബ്രെയിൻ ഹെമിസ്ഫിയർ, ഗ്ലാൻഡുലർ റെസ്പോൺസ്, അതൊക്കെ ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അലമ്പാക്കുന്നില്ല. പിന്നെ പോളിഗ്രാഫ് ഡിറ്റക്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഹേവിയർ കമ്പണന്റും എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി വരുന്നതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇമോഷന്റെ ക്ലാസിഫിക്കേഷൻസ്, ഇമോഷന്റെ തിയറീസ്. അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ആദ്യം നമ്മൾ എക്മാൻ്റെതാണ് പറഞ്ഞത്. 6 ഇമോഷന്റെ 6 ക്ലാസിഫിക്കേഷൻ, 6 ടൈപ്സ് ഓഫ് ഇമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്കർ, ഡിസ്ഗസ്റ്റ്, ഫിയർ, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്. പിന്നെ ഇതിൽ 7th ഇമോഷൻ ആയിട്ട് കണ്ടംപ്റ്റിന് ആഡ് ചെയ്തതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 7th ഇമോഷൻ കണ്ടംപ്റ്റാന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഓർത്തേക്ക് 6 ടൈപ്സ് ഏതൊക്കെയാണ്. പിന്നെ 7ാമതായി ചേർത്ത് എന്താണ് നല്ലത്, എക്മാന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ, പോൾ എക്മാന്റെ. പിന്നെ പ്ലുട്ചിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. നേരത്തെ
എക്മാൻ 6 ക്ലാസിഫൈ ചെയ്തതെങ്കിൽ പ്ലുട്ചിക്ക് ഇവിടെ 8 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫിയർ, സർപ്രൈസ്, സാഡ്നസ്, ഡിസ്കസ്റ്റ്, ആങ്കർ, ആന്റിസിപ്പേഷൻ പ്ലുട്ചിക്കിൻ്റെതാണ്. അതുപോലെ പ്രൈമറി ഇമോഷൻ, സെക്കൻഡറി ഇമോഷൻ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനും പ്ലുട്ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വീൽ ഓഫ് ഇമോഷന്റെ പിക്ചറും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് വേണ്ടത് അതിൽ രണ്ടാമത്തെ സർക്കിട്ട് ഡോഗലിന്റെ തിയറി. പ്രൈമറി ഇമോഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മളെ ഇൻസ്റ്റിങ്ക്ട് ബേസ്ഡ് ആയിട്ട് വരുന്ന ഇമോഷൻസ് ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി ഇമോഷൻസിന് കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഇമോഷൻസ്. ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെയും പഠിച്ചതും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വരുന്ന ഇമോഷൻസ് ആണ് ഡിറൈവ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് മെക്ഡോഗലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ വാട്സന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതൊരു 3 വാട്സൺ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇൻഫാൻസിലുള്ളതാണ് പറയുന്നത്. ആങ്കർ, ഫിയർ, ലവ് എന്ന് പറയുന്ന പോലെ 3 വാട്സൺ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിയറീസിലേക്കാണ് വരുന്നത്. തിയറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിയറീസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ തിയറിയും ഇതിലെ ആ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ്, എന്ത് കഴിഞ്ഞിട്ട് എന്ത് എങ്ങനെ എന്നുള്ളത് നല്ലപോലെ അറിഞ്ഞിരിക്കുക. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ജെയിംസ് ലാങ് തിയറി വില്യം ജെയിംസും കാൾ ലാങ്ങും ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും താഴെ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ഓർഡർ എങ്ങനെയാണ് സംഭവം ഉണ്ടാവുന്നത് എന്നുള്ളത്. ആദ്യം ഒരു ഇവന്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ടാവുന്നു, എന്നിട്ട് ഫിസിയോളജിക്കൽ എറോഷൻ ഉണ്ടാവുന്നു, പിന്നീടാണ് ഇമോഷൻ ഉണ്ടാവുന്നത്. ആ ഒരു ഓർഡർ ഇങ്ങനെയാണ് ഇമോഷൻ ഉണ്ടാവുന്നത് എന്ന് ഈ തിയറിയിൽ പറയുന്നത്. എങ്ങനെ? ഇവന്റ്, ഫിസിയോളജിക്കൽ എറോസൽ, ദെൻ ഇമോഷൻ. അപ്പൊ ഇങ്ങനെയാണ് ജെയിംസ് ലാങ് തിയറിയിൽ മെയിൻ ആയിട്ട് ആ പോയിന്റ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത പറഞ്ഞ തിയറി കാനൺ ബാർഡിന്റെ തിയറിയാണ്. ഇതിൽ പറയുന്ന ആ ഒരു സൈമിൾട്ടേനിയസ് എന്നുള്ള സംഭവമാണ്. ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ആ ഒരു അറൗസലും അതുപോലെ ഇമോഷനും ഒന്നിച്ചാണ്, സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കാനൺ ബാർഡ് തിയറിയിൽ പറയുന്നത്. പിന്നെ അതിന്റെയൊക്കെ റെപ്രസെന്റേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങളതൊക്കെ നോക്കിയിട്ടില്ലാന്ന് എനിക്കറിയാം. എന്നാലും പിന്നെ അടുത്ത പറഞ്ഞ തിയറിയാണ് സ്കാറ്റർസിംഗിന്റെ 2 ഫാക്ടർ തിയറി. അതിലെന്താണ് പറയുന്നത്? അതില് ഇമോഷന്റെ 2 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഓട്ടോണോമിക് അറൗസലും കൊഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷനും. അതില് അതിന്റെ സീക്വൻസ് എങ്ങനെയായിരുന്നു? ഇമോഷന്റെ ആദ്യം ഇവന്റ് ഉണ്ടാവുന്നു, പിന്നെ അറൗസൽ ഉണ്ടായിട്ട് അതിനെ കോഗ്നിറ്റീവ്ലി ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇമോഷൻ വരുന്നത്. ആ ഒരു കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ അതിന്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഒരു ഇവന്റ് ഉണ്ടാവുന്നു, അറൗസൽ ഉണ്ടാവുന്നു, എന്നിട്ട് ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഓട്ടോണോമിക് അറൗസൽ ഉണ്ടാവുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് ഇമോഷൻ വരുന്നത് എന്നുള്ള രീതിക്കായിരുന്നു സ്കാറ്റർസിംഗിന്റെ 2 ഫാക്ടർ തിയറി ഓഫ് ഇമോഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ലസാറസിന്റെയും ഫോക്ക്മാന്റെയും കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ഓർഡർ ആദ്യം ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇവന്റ് ഉണ്ടാവും, പിന്നീട് ഒരു തോട്ട് ഉണ്ടാവും, പിന്നീട് സൈമിൾട്ടേനിയസ്ലി എന്തുണ്ടാവുകയാണ്? ഫിസിയോളജിക്കൽ റെസ്പോൺസ്, ഇമോഷനും സൈമിൾട്ടേനിയസ്ലി ഉണ്ടാകുന്നു. ഒരു ഇവന്റ് ഉണ്ടാവുന്നു, അതിനെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തോട്ട് ഉണ്ടാവുന്നു, പിന്നീട് ഫിസിയോളജിക്കൽ അറൗസൽ അല്ലെങ്കിൽ റെസ്പോൺസും ഇമോഷനും സൈമിൾട്ടേനിയസ്ലി ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞ തിയറിയാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ്. ഇത് ആരുടെയൊക്കെയായിരുന്നു? എക്മാന്, കാരൽ സാഡ് ആൻഡ് സിൽവർ ടോമൽസന്റെ ആയിരുന്നു ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ്. ഇതിൽ പറയുന്നത് എന്താണ്? നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷന് ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മാക്ഡൊണാൾഡിന്റെ കോഗ്നിറ്റീവ് തിയറി ഓഫ് ഇമോഷൻ, അതിൽ എന്താണ് ആള് 3 പ്രോസസ്സ് പറയുന്നുണ്ട്. പെർസെപ്ഷൻ, അപ്രൈസൽ, ഡിറ്റർമൈനിങ്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു വിടാം. പിന്നെ റോബർട്ട് ജോങ്ങിന്റെ ലോസ് ഓഫ് ഡിഡക്റ്റിന്റെ എമോഷൻ തിയറി. അതിൽ ഇവര് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇതുവരെയുള്ള തിയറിനെയൊക്കെ തള്ളിക്കൊണ്ട് അവർ പറയാണ് എന്താണ് ഇമോഷൻ ഒക്കെ ഇൻഡിപെൻഡന്റ് ഓർ ബിഫോർ കോഗ്നിറ്റീവ് സജസ് ദ റെസ്പോൺസ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒരു സംഭവം വരുമ്പോൾ, ഒരു നോയ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പേടിക്കുന്നു, അല്ലാതെ അതിന് മുമ്പ് ഇന്റർപ്രിട്ടേഷനോ തോട്ടോ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിക്കുള്ള ഒരു തിയറിയാണ് ഈ തിയറി പറയുന്നത്. അതിൽ തന്നെ 2 പാത്വേസ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത് നോക്കി വയ്ക്കാം. അമിഗ്ഡാല ആൻഡ് കോർട്ടെക്സ്. ആ 2 പാത്വേ എന്താണ് ഏതാന്നുള്ളത്. ദെൻ ഓപ്പണന്റ് പ്രോസസ് തിയറി. ഇതൊന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് സോളമനും ജോൺ കോർബിറ്റും ആണ്. ഇതിലെന്താ പറയുന്നത്? ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് സ്റ്റിമുലസ് ദാറ്റ് ട്രിഗേഴ്സ് പ്രൈമറി എഫക്റ്റീവ് സ്റ്റേറ്റ് ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റീവ് സ്റ്റേറ്റ്. അതായത് ഒരു എഫക്റ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇമോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ടൈം ഗോസ് അങ്ങനെ സമയം കഴിയുമ്പോൾ അത് പതുക്കെ കുറയും എന്നുള്ള രീതിക്കുള്ള പറയുന്ന തിയറിയാണ് ഓപ്പണന്റ് പ്രോസസ് തിയറി.
അങ്ങനെ ഒരു എഫക്റ്റീവ് സ്റ്റേറ്റും അതിനോട് ഓപ്പോസിറ്റീവ് എഫക്റ്റീവ് സ്റ്റേറ്റും തമ്മിൽ ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ അവിടെ ഇമോഷനായിട്ട് പറയുന്നത് എന്നുള്ള രീതിക്ക് പറയുന്ന തിയറാണ് ഓപ്പറന്റ് ബ്രോസ് തിയറി. ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും മനസ്സിലാവും. പിന്നെ ആക്ടിവേഷൻ തിയറി പറഞ്ഞിരുന്നു, ആരാണ്? ലിൻസ്ലേന്റെ ആണ്. അതിൽ മെയിനായിട്ട് റെറ്റിക്കുലർ ഫോർമേഷൻ അതെങ്ങനെ ഇമോഷനായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചിട്ടാൽ മതി. ആൻഡ് ഇവല്യൂഷണറി തിയറി, ഇമോഷന്റെ ഒരു എവല്യൂഷണറി ആസ്പെക്ട് ആണ്. അഥവാ അഡാപ്റ്റീവ് അല്ലെങ്കിൽ അഡാപ്ഷൻ എന്തായാലും ഓക്കെ. ഡാർവിന്റെ മറ്റേ എന്താണ് ദ എക്സ്പ്രഷൻ ഓഫ് ദ എമോഷൻസ് ഇൻ മാൻ ആൻഡ് അനിമൽസ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് ഈ ഒരു ഇത് പറയുന്നത്. എന്താണ് സർവൈവലിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമോഷൻസും കാര്യങ്ങളും ഉള്ളത് എന്നുള്ള രീതിക്ക്, നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിക്ക് ആ റെവല്യൂഷണറി കോണ്ടെക്സ്റ്റിൽ വെച്ച് ഇമോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും തിയറീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഓപ്പണന്റ് പ്രോസസ് തിയറി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൊഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്കാറ്റർസിംഗർ, കാനോൺ ബാർഡ്, ജെയിംസ് ലാങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മൂന്നാല് തിയറീസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ 5 എണ്ണം കണ്ടോ പറഞ്ഞില്ലേ, 5-6 എണ്ണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമോഷനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി പതുക്കെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ ഇമോഷനും മോട്ടിവേഷനും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചാന്ന് അറിയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളെ മൈൻഡിലേക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം CUT എക്സാം ആവാനായല്ലോ. അപ്പൊ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഏതൊക്കെ പോർഷനിൽ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ നല്ല നോളജ് ഉണ്ട്, അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾ വീക്ക് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് പിന്നീട് കാര്യങ്ങൾ മൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കിപ്പോ ക്വസ്റ്റ്യൻസ് നോക്കാം. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 10 മോട്ടിവേഷനും 10 ഇമോഷനും ആണ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അധികം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ബെസ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ബെസ്റ്റ് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഏതാന്നുള്ളതാണ്. Running a marathon to support breast cancer, rock climbing to win prize, graduating with honors, trying out for the high school basketball team. ഏതായിരിക്കും ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഒരു നീഡ്, ഒരു ഡ്രൈവ്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുക, എങ്ങനെയായിരുന്നു? ഏതായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യേ. ഇതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യേ, ഏതായിരിക്കും? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആട്ടോ. നിങ്ങൾ ആ ടേം ശ്രദ്ധിക്കണം. ഓക്കെ, ഒരാള് ബി പറയുന്നുണ്ട്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, ഉത്തരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. ഇതില് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആട്ടോ പറഞ്ഞത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്തായിരുന്നു? നമുക്ക് ഇന്റേണലി അത് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രൈസോ റെക്കഗ്നീഷനോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്ക് തോന്നിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ 3 ഓപ്ഷൻസ് കളയാൻ പറ്റും. നമുക്ക് ബി കളയാൻ പറ്റും. കാരണം ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്റ്റേണൽ ആയിട്ടൊരു സംഭവം പ്രൈസ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആവുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സി എന്ന് പറയുന്ന ഓപ്ഷൻ, ഗ്രാജുവേറ്റിംഗ് വിത്ത് ഹോണേഴ്സ്, അതും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് എന്നൊക്കെ പറയുന്നത് അതൊരു എക്സ്റ്റേണൽ ആണ്, അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരാൻ വേണ്ടി ട്രൈ ചെയ്യാം. ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരാൻ പറയുമ്പോൾ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഉത്തരം വരുന്നത്, റണ്ണിങ് എ മാരത്തോൺ ടു സപ്പോർട്ട് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൽ എന്താ അതിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാരത്തോണിൽ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അവിടെ എന്താണ്, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള നമ്മളെ ഉള്ളിൽ നിന്നുള്ള ഒരു തോന്നലിന്റെ പുറത്താണ് ആ ഒരു മാരത്തോണിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഉത്തരം വരുന്നത് എ ആണ്, റണ്ണിങ് എ മാരത്തോൺ ടു സപ്പോർട്ട് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം എഴുതാ. ഇവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളത് മൈൻഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിനോട് ബെസ്റ്റ് സ്യൂട്ട് ആവുന്ന ഏതാന്ന് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്,
an individual who quits its job and moves to Africa to do philanthropic work would be in a what level? ഏതായിരിക്കും? ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ കൺഫ്യൂസിങ് ആണ്. ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. ഞാൻ പിന്നെ കുറച്ച് നിങ്ങളെ ബ്രെയിന് വർക്ക് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്. ഇത് ഗസ് ചെയ്യണേ. അല്ല, ഗസ് ചെയ്താൽ മതി. അതായത് ഒരാള് അയാളുടെ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് വേറെ ഫിലാന്ത്രോപ്പിക് വർക്കിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോവാണ്. ഇത് മാസ്ലോന്റെ ഏത് ലെവലിലായിരിക്കും വരുന്നുണ്ടാവുക? അപ്പൊ ഈ ഫിലാന്ത്രോപ്പിക് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബാക്കിയുള്ളവരെ ഉപകരിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഇനി കുറച്ച് ബാക്കിയുള്ളവരെ സഹായിച്ച് ജീവിക്കാം എന്നുള്ള ഒരു മൈൻഡിൽ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ആ ഒരു സംഭവമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയാളുടെ ജോലി അയാൾ ഉപേക്ഷിച്ചിട്ട് ഇതിന് പോവാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇയാൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇയാൾക്ക് വർക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് അച്ചീവ് ചെയ്യാനൊന്നുമില്ല. ഇനി ഇയാൾ ഈ ഉള്ളതിനെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഇയാൾ അവിടെ തിങ്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇയാൾക്ക് ഇനി ഒന്നും നേടാനില്ല ലൈഫിൽ. ഇയാൾക്ക് നേടേണ്ടതല്ല ഇയാൾ നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ധൈര്യമായിട്ട് അവിടെ ജോബ് ഉപേക്ഷിച്ച അയാൾ ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ആൾ ഏത് സ്റ്റേജിലായിരിക്കും? ആൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് ആൾ നിൽക്കുന്നത്. ലെവൽ 5 ആയിട്ടുള്ള എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞുള്ള സ്റ്റേജിലാണ് ആൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി വായിച്ചിട്ട് തിങ്ക് ചെയ്തിട്ട് ഉത്തരം എഴുതാം. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ആൾ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് നിൽക്കുന്നുണ്ടാവുക. ലെവൽ 5ലാണ് ഈ ഒരു പറയുന്ന എക്സാമ്പിൾ പറയുന്ന ആള് ഉള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. മേ ബി പിന്നെ ഒന്നും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ആള് ജോബൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാലോ. ഇനി നമ്മളെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജോബ് സാലറി എന്നൊക്കെ പറയാം. ഇവിടെ അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആൾക്ക് ഇനി ഒന്നും ഇല്ല. അയാൾക്ക് വേണ്ട പൈസ എല്ലാം അയാളുടെ. അതുകൊണ്ടാണ് ആൾ ഫിലാന്ത്രോപ്പിക് വർക്കിന് ഇറങ്ങുന്നത്. അപ്പൊ ആൾ ലെവൽ 5ലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഹോമിയോസ്റ്റാസിസ് ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ്. ഹോമിയോസ്റ്റാസിസ് എന്താണെന്നുള്ളതാണ്. സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു? എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ബി. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. നമ്മളെ ബാലൻസ് ഫിസിയോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബോഡിയുടെ ടെൻഡൻസിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നുമില്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഇസ് മോസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ഹങ്കർ ആൻഡ് സെറ്റേറ്റി റെസ്പെക്റ്റീവ്ലി? ഹങ്കറും അതുപോലെ സെറ്റേറ്റി എന്ന് പറയുമ്പോൾ ഫുഡ് മതി എന്നുള്ള മതിയായി എന്നുള്ള രീതിക്ക് ഇതിന് രണ്ടിനും റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തേത് ഹങ്കർ കൺട്രോൾ ചെയ്യുന്നതും രണ്ടാമത്തെ പാർട്ട് സെറ്റേറ്റി കൺട്രോൾ ചെയ്യുന്നതും ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ്. വെൻട്രോമീഡിയൽ ലാറ്ററൽ ആണോ, ലാറ്ററൽ വെൻട്രോമീഡിയൽ ആണോ, അമിഗ്ഡാല ഹിപ്പോക്യാമ്പസ് ആണോ, ഹിപ്പോക്യാമ്പസ് അമിഗ്ഡാല ആണോ? ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ അല്ലെങ്കിൽ ഗസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പഠിക്കാം. പുതിയൊരു നോളജ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഹങ്കർ കൺട്രോൾ ചെയ്യുന്നതും സെറ്റേറ്റി കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ ഏരിയാസ് ഏതൊക്കെയാണ്? സി ആണോ? സി പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓപ്ഷൻ എ ആണോ? ഓക്കെ, ഓപ്ഷൻ എ വരുന്നുണ്ട്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലാറ്ററൽ ഹൈപ്പോതലാമസും വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസും ആണ്. നമ്മൾ ഹങ്കറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നമുക്കിപ്പം നമ്മുടെ ബോഡിയിലെ ഫാറ്റ് അല്ലെങ്കിൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹങ്കർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ലാറ്ററൽ ഹൈപ്പോതലാമസ് ആണ്. ഇത് നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതാണെങ്കിൽ എന്തായാലും ഓർത്ത് വെച്ചോളൂ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഹങ്കറിനെ കൺട്രോൾ ചെയ്യുന്നില്ല, ഹങ്കറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട് ലാറ്ററൽ ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ സെറ്റേറ്റി, നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടിക്കഴിഞ്ഞു, ആവശ്യമുള്ള ഫുഡ് കിട്ടിക്കഴിഞ്ഞു, അപ്പൊ നമുക്ക് വയറ് നിറഞ്ഞാൽ ഈ മതി എന്നുള്ളൊരു തോന്നൽ വരില്ലേ? അങ്ങനെ ആ ഒരു സാറ്റൈറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. ലാറ്ററൽ ഹൈപ്പോതലാമസ് ഫോർ ഹങ്കറും വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ഫോർ സെറ്റൈറ്റി. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. ലൈക്ക് ലാറ്ററൽ ഹങ്കർ HL എന്നോ അല്ലെങ്കിൽ LH എന്നോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ. LH എന്ന് പറയുമ്പോൾ ലേഡീസ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഹങ്കർ എന്ന് പറയുമ്പോൾ ഹങ്കറിന് റെസ്പോൺസിബിൾ ആയിട്ട് ലാറ്ററൽ ഹൈപ്പോതലാമസ്, അതുപോലെ സാറ്റൈറ്റിക്ക് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ കോഡ് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ഓർത്തേക്കാൻ പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ ഇത് ഓർത്തേക്കാം. പിന്നെ ഇതും സിമ്പിൾ ആണ്. മോട്ടിവേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഇൻഡിവിജ്വൽസ്. മോട്ടിവേഷൻ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾ സൈക്കിൾ ഓർക്കാട്ടോ. എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്? ഓപ്ഷൻ സി. എ. ഓക്കെ, ഓ സോറി മാം, സി.
ഓക്കെ ഓക്കെ. സി പറയുന്നുണ്ട് എല്ലാവരും. സി തന്നെയാണ് ഉത്തരം, അതിലൊരു ഡൗട്ടും ഇല്ല. നമ്മുടെ സൈക്കിൾ പഠിച്ച് പറഞ്ഞു ആദ്യം നീഡ് ഉണ്ടായിട്ടാണ് പിന്നീട് ബാക്കിയൊക്കെ വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി നീഡ് തന്നെയാണ്. നീഡ് നിന്നാണ് ഒരു മോട്ടിവേഷൻ തുടങ്ങുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറി മോട്ടിവേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വേരിയസ് ബയോളജിക്കൽ നീഡ്സ് പുഷ് ദ ഇൻഡിവിജ്വൽ ടു ആക്ഷൻ ഡിസൈൻ ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. ഓക്കെ, ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാൻ, ആക്ഷൻ ചെയ്യാൻ നമ്മൾ മോട്ടിവേറ്റഡ് ആവുമെന്ന് പറയുന്ന തിയറി ഇതിൽ ഏതാണ്? നീഡ് ഉണ്ടായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടായിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. അതായത് തിയറിയാണ്. ഓപ്ഷൻ ഡി. ഡി. ഓക്കെ, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. അതുകൊണ്ട് പേര് ഓപ്ഷൻ ഡി തന്നെ കേട്ടോ ഉത്തരം. ഡ്രൈവ് തിയറി തന്നെയാണ്. ഡ്രൈവ് തിയറിയിലാണ് പറയുന്നത് നീഡ് ഉണ്ടായിട്ട് ഒരു ഡ്രൈവ് ക്രിയേറ്റഡ് ആവും, ആ ഡ്രൈവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ഷൻസ് കാണിക്കും എന്നുള്ളതല്ല. അപ്പോൾ ഡ്രൈവ് തിയറി തന്നെയാണ് അതിന്റെ ഉത്തരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ലസാറസ് സെക്കൻഡറി അപ്രൈസൽ ഇൻവോൾവ്സ്. ലസാറസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സെക്കൻഡറി അപ്രൈസൽ എന്നുള്ളതാണ്. മേ ബി ഇത് നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇത് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നതാണ്. അത് ഹെൽത്ത് സൈക്കോളജിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ അങ്ങനെ വലുതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അറിയെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. സെക്കൻഡറി അപ്രൈസൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്താണ് അറിയോ? ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. എന്താണ് ലസാറസ് രണ്ട് ടൈപ്പ് ഓഫ് അപ്രൈസൽ പറയുന്നുണ്ട്. പ്രൈമറി അപ്രൈസലും സെക്കൻഡറി. ഒരു മിനിറ്റ്, ഞാൻ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ലസാറസ് രണ്ട് ടൈപ്പ് ഓഫ് അപ്രൈസൽ പറയുന്നുണ്ട്. പ്രൈമറി അപ്രൈസലും സെക്കൻഡറി അപ്രൈസലും. ഇതില് പ്രൈമറി അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു സിറ്റുവേഷനെ ഇവാലുവേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സിറ്റുവേഷനെ നോക്കിക്കാണാണ്. എന്താണ് ഈ സിറ്റുവേഷൻ, ഇത് ത്രെട്ട് ഉള്ളതാണോ അല്ലെങ്കിൽ ഹാംഫുൾ ആണോ, അങ്ങനെയുള്ള രീതിക്ക് ഒരു സിറ്റുവേഷനെ നോക്കി കാണുന്നതാണ് പ്രൈമറി അപ്രൈസൽ. സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുമ്പം ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനത്തെ സിറ്റുവേഷൻ ആണോ അതുമായിട്ട് കോപ്പ് ചെയ്യാനുള്ള റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കുന്ന ആ ഒരു അപ്രൈസൽ സ്റ്റേജ് ആണ് സെക്കൻഡറി അപ്രൈസൽ. പ്രൈമറി അപ്രൈസൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിറ്റുവേഷൻ ത്രെട്ട് ആണോ, ചാലഞ്ച് ആണോ, ഹാം ആണോ, നമ്മുടെ വെൽബീങ്ങിന് അത് എഫക്റ്റീവോ എന്നുള്ളതൊക്കെ അപ്രൈസ് ചെയ്യുന്നതാണ് പ്രൈമറി അപ്രൈസൽ. സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുമ്പോൾ അത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ കോപ്പി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റിസോഴ്സസ് എന്തെങ്കിലും അവൈലബിൾ ആണ് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് സെക്കൻഡറി അപ്രൈസൽ. അതാണ് ലസാറസിന്റെ ഒരു അപ്രൈസൽ തിയറിയിൽ വരുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, സെക്കൻഡറി അപ്രൈസൽ എന്താണ് വരുന്നതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് ഇതിൽ ഏതായിരിക്കും? ഇതായിരിക്കും. എന്താണ് സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ പറഞ്ഞല്ലേ ഞാൻ? ഓപ്ഷൻ ഡി. അതെ, ഓപ്ഷൻ ഡി തന്നെയാണ്. നമ്മുടെ അടുത്ത് ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ വരുമ്പോൾ അതുമായിട്ട് കോപ്പി ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ് സെക്കൻഡറി അപ്രൈസൽ. ഡി തന്നെയാണ് ഉത്തരം. എസ്റ്റിമേറ്റിംഗ് ദ റിസോഴ്സ് എ പേഴ്സൺ ഹാസ് അവൈലബിൾ ഫോർ കോപ്പി. അതാണ് ഡി ആണ് ഉത്തരം. ഇത് എക്സ് ഡോട്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. എക്സ് ഡോട്ട്സ് ആൻഡ് ലോയിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ ഇപ്പൊ പറയാം. ക്വസ്റ്റ്യൻ നോക്കാം. The X Dodson and law predicts that most people would perform an easy task best if they are at a dash. നിങ്ങൾ ഉത്തരം പറ. നിങ്ങൾക്ക് ഏതാ തോന്നുന്നതെന്ന് വെച്ചാൽ പറ, എന്നിട്ട് ഞാൻ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നമ്മൾ പഠിച്ച ലോ വെച്ചിട്ട് ഇതിന്റെ ഉത്തരമായിട്ട് ഏതാ തോന്നണത്? എ ആണോ? ഏ പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണോ? ഓക്കെ, സി വരുന്നുണ്ട്. ഇതിൽ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എക്സ് ഡോട്ട്സൺ ലോയില് നമ്മൾ ആ ലോ അതിന്റെ റോ ഇതിലാണ് പഠിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിക്കാണല്ലോ പഠിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു എക്സ് ഡോട്ട്സൺ ലോ എന്നുള്ള സാധനം മാത്രമാണ് ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം എക്സ് ഡോട്ട്സൺ ലോ എന്ന് പറയുമ്പോൾ ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു സംഭവമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സി കുത്താനുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ടേം ഉണ്ട്, വുഡ് പെർഫോം ആൻ ഈസി ടാസ്ക് എന്ന് പറയുന്നത്. ഈസി ടാസ്ക് എന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യനിലെ ട്വിസ്റ്റ്. ഈസി ടാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഇതിന്റെ അർത്ഥം മാറും. നമ്മൾ ഈസി ടാസ്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ അല്ല വേണ്ടത്, മറിച്ച് ഹൈ ലെവൽ ഓഫ് അറൗസൽ ആണ് വേണ്ടത്. ഓക്കെ, ആ ഒരു ഈസി ടാസ്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ ട്വിസ്റ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എവിടെ വേണമെങ്കിലും ഡിസ്റ്റോർ കൊടുക്കുക. അപ്പൊ ഈസി ടാസ്കുകൾ നമ്മൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അറൗസൽ ലെവൽ വേണമെന്നാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം എ ആണ് വരാം. അപ്പം
ക്വസ്റ്റ്യൻ നന്നായി വായിക്കാട്ടോ. ഈ പറഞ്ഞ എവിടെ വേണേലും ഒരു എന്ത് വേണേലും തിരികാം. അപ്പൊ അതിനനുസരിച്ച് ഉത്തരം മാറും. അപ്പൊ ഈസി ടാസ്ക് ആണ് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പൊ ഓർത്ത് വെച്ചാൽ ഈസി ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ഹൈ ലെവൽ ഓഫ് പറസലാണ് വേണ്ടത്. അപ്പൊ അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെയിൻ്റനൻസ് ഫാക്ടർ. മെയിൻ്റനൻസ് ഫാക്ടർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതന്നെയല്ലായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് ഡൗട്ട് ഉണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ ഉത്തരം മെയിൻ്റനൻസ് ഫാക്ടർ അഥവാ ഹൈജീൻ ഫാക്ടർ എന്നുള്ളതാണ്. ഇതിൽ ഏതാണെന്നുള്ളതാണ്. നിങ്ങൾ ഉത്തരം പറ, നിങ്ങൾക്ക് അറിയുന്നത് പറ. ക്വസ്റ്റ്യനിലേക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഡി. ഡിയും എയും വരുന്നുണ്ട്. അല്ല, കൺഫ്യൂഷൻ ഇല്ലാട്ട് ക്ലിയർ ആണ്. ഓക്കെ, അപ്പം എന്താ ഇതിൽ മെയിൻ്റനൻസ് ഫാക്ടറിൽ ഏതാ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. സാലറി ആണ് ഉത്തരം വരാം. മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മളെ ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ അതില് വരുന്നത് ഇതിൽ ഓപ്ഷൻസിൽ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് സാലറി ആണ്. ഓക്കെ, അതായത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ജോലിയുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം എ ആണ് വരുന്നത്. അപ്പൊ മെയിൻ്റനൻസ് ഫാക്ടറിൽ ഇതിൽ ഏതാ വരിക? അതാണല്ലോ ക്വസ്റ്റ്യൻ. മോട്ടിവേഷൻ ഫാക്ടറിൽ ഏതാ വരിക? അപ്പൊ വർക്ക് ഇറ്റ് സെൽഫും റെസ്പോൺസിബിലിറ്റിയും റെക്കഗ്നീഷനും എല്ലാം ഇതിലാ വരുന്നത്. ഇത് മറ്റേ മോട്ടിവേറ്റേഴ്സിൽ ഞാൻ തന്ന നോട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വല്ല റെഡ് കളറിൽ കൊടുത്തതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ചോദ്യം കാണാറ്. അപ്പോൾ വർക്ക് ഇറ്റ് സെൽഫ്, റെസ്പോൺസിബിലിറ്റി, റെക്കഗ്നീഷൻ ഇതെല്ലാം മോട്ടിവേറ്റേഴ്സിൽ വരുന്ന ഫാക്ടേഴ്സ് ആയിരുന്നു. സാലറി മാത്രമാണ് ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് ആ തിയറി അറിയാത്ത ആളാണെങ്കിൽ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും സാലറി എന്ന് പറയുന്നത് സാലറി കിട്ടാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പണിയെടുക്കുകയാണോ എന്നുള്ളതൊക്കെ തോന്നും. പക്ഷെ അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ് ആയതുകൊണ്ട് ഹേഴ്സ്ബർഗ് ഈ സാലറി എന്ന് പറയുന്ന സാധനത്തിന് ഹൈജീനിലാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. ഹേഴ്സ്ബർഗ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഹൈജീൻ ഫാക്ടറിൽ. അതാണ് എനിക്കും വായിച്ചപ്പോൾ കൺഫ്യൂഷൻ വന്നത്. ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയപ്പോൾ പിന്നെ ഹേഴ്സ്ബർഗിന്റെ തിയറിയിലായതുകൊണ്ട് ആള് സാലറി എന്ന് പറയുന്നതിന് മെയിൻ്റനൻസ് ഫാക്ടറിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ബാക്കി 3 പറയുന്നതും ആള് മോട്ടിവേറ്റേഴ്സിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഹേഴ്സ്ബർഗ് ഞാൻ പറഞ്ഞ പോലെ ഹൈജീൻ ഫാക്ടറിന് അണ്ടറിൽ ഏതൊക്കെ പറയുന്നുണ്ട്, മോട്ടിവേറ്ററിന് അണ്ടറിൽ ഏതൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാട്ടോ. കാരണം കൺഫ്യൂസിങ് ആവാൻ, നമ്മൾ വേർഡ് മീനിങ് വെച്ച് ഉത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓക്കെ, ആദ്യം പറഞ്ഞത് സാലറി മെയിൻ്റനൻസ് ഫാക്ടറിലും ബാക്കി 3 മോട്ടിവേറ്റേഴ്സിലും വരുന്നതാണ് അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നീഡ് ആസ് പെർ നീഡ് തിയറി ഓഫ് മെക്ലിലാൻഡ്. ഓക്കെ, സിമ്പിൾ ആണ്, പറഞ്ഞു. മെക്ലിലാൻഡിന്റെ നീഡിൽ വരാത്തത് ഏതാണ് ഇതിൽ? അഫിലിയേഷൻ, അഫെക്ഷൻ, പവർ, അച്ചീവ്മെന്റ്. ഏതാണ്? ബി. ഏതാ? ബി. ഓക്കെ, ബി പറയുന്നുണ്ട്. എല്ലാരും പറ, നമ്മൾ പഠിച്ചല്ലേ. ഓപ്ഷൻ ബി. ബി ആണ് പഠിച്ച 3. അപ്പോ ആ 3ഉം വ്യക്തമായി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നീഡ് വന്നാലും നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ്. നീഡ് ഫോർ അഫെക്ഷൻ എന്ന് പറഞ്ഞൊരു നീഡ് അവിടെ ഇല്ല. നീഡ് ഫോർ അഫിലിയേഷൻ, പവർ, അച്ചീവ്മെന്റ് 3 ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോട്ടിവേഷന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ ചിലതൊക്കെ പുതിയ കൺസെപ്റ്റുകളായിരിക്കും, അതിപ്പോ പറഞ്ഞതിൽ വെച്ചിട്ട് പഠിക്കാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന തന്നെയായിരുന്നു. ഇത്രയൊക്കെ തന്നെ മോട്ടിവേഷനിലുള്ളൂ. അപ്പം വലിയ കടുകട്ടിയുള്ള ടോപ്പിക് ഒന്നുമല്ല മോട്ടിവേഷൻ. ആൻസർ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ. ഇനി നമുക്ക് ഇമോഷന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇമോഷൻ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു കറക്റ്റ് സീക്വൻസ് ആസ് പെർ ജെയിംസ് ലാങ് തിയറി. ജെയിംസ് ലാങ് തിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ തന്നിട്ടുള്ള സാധനങ്ങളെ സീക്വൻസ് ആയിട്ട് കൊടുക്കാനാണ് പറയുന്നത്. 4 സിറ്റുവേഷൻ, 4 ഇവന്റ്സ് തന്നിട്ടുണ്ട്. ഇമോഷൻ, producing situation, feeling of emotion, eliciting emotional response. The brain receives sensory feedback from the muscles and other organs. ഈ 4 ഇവന്റ്സിനെ സീക്വൻസ് ആക്കാൻ ആദ്യം ഇത് പിന്നെ ഇത് ഇങ്ങനെ അക്കോർഡിംഗ് ടു ജെയിംസ് ലാങ് തിയറി എങ്ങനെ ആയിരിക്കും വരാ? ഇങ്ങനെ ആയിരിക്കും. ആദ്യം അക്കോർഡിംഗ് ടു ജെയിംസ് ലാങ് തിയറിയിൽ ഇതിൽ ആദ്യം ഇതായിരിക്കും വരാ. ആദ്യം എന്താ അല്ലെ, ജെയിംസ് ലാങ് എന്നല്ല, ഏത് തിയറി ആണെങ്കിലും ആദ്യം എന്താ അവിടെ ഉണ്ടാവേണ്ടത്? ഇവന്റ്. അതെ, ഇവന്റ് ആണ്. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഏതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ, ഇമോഷൻ പ്രൊഡ്യൂസിങ് സിറ്റുവേഷൻ. ഒരു ഇമോഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആദ്യം ഉണ്ടാവേണ്ടത്. പിന്നീട് എന്തായിരിക്കും? ഫീലിംഗ് ഓഫ് ഇമോഷൻ ആണോ, എലിസിറ്റേഷൻ ഓഫ് ഇമോഷണൽ റെസ്പോൺസ് ആണോ, അതോ ദ ബ്രെയിൻ റിസീവ്സ് സെൻസറി ഫീഡ്ബാക്ക് ഫ്രം ദ മസിൽസ് ആൻഡ് അതർ ഓർഗൻസ്.
ജെയിംസ് ലാംഗ് തിയറി പ്രകാരം എങ്ങനെയായിരുന്നു അതിന്റെ ഓർഡർ? ആദ്യം സിറ്റുവേഷൻ, ഫിസിയോളജിക്കൽ അറൗസൽ. അതെ, ഫിസിയോളജിക്കൽ അറൗസൽ, പിന്നീട് ഇമോഷൻ എന്നാണ് തിയറിയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം സിറ്റുവേഷൻ, പിന്നീട് അവിടെ ഫിസിയോളജിക്കലി വരുന്നത് ഏത് ഓപ്ഷൻ ആണെങ്കിൽ ഏത് ഇവന്റ് ആണ് ഇതില്? ദ ബ്രെയിൻ റിസീവ് സെൻസറി ഫീഡ്ബാക്ക് ഫ്രം ദ മസിൽ ആൻഡ് അതർ ഓർഗൻസ്. ഓക്കെ, ഫിസിയോളജിക്കൽ അറൗസൽ ഉണ്ടാവാനുള്ള സംഭവങ്ങളാണ് ആ പറയുന്ന ഒരു ഓപ്ഷനിലുള്ളത്. നമ്മളെ ബ്രെയിനിലേക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി അല്ലെങ്കിൽ അതിനോട് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഫിസിയോളജിക്കലി സംഭവം. അപ്പൊ അടുത്ത ഓപ്ഷൻ ഏതായിരിക്കും? ഈ അടുത്തത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബ്രെയിൻ ഈ ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുന്നതും കാര്യങ്ങളാണ് വരുന്നത്. അതിനുശേഷമാണ് എന്തുണ്ടാവുന്നത്? ഫിസിയോളജിക്കൽ അറൗസൽ കഴിഞ്ഞു, പിന്നീട് എന്താ ഉണ്ടാവുക? ഫിസിയോളജിക്കൽ അറൗസൽ പിന്നെ ഇമോഷൻ ആണ്. നമ്മൾ ഇമോഷൻ എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാവുകയാണ്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു ഇമോഷൻ വന്നുകൊണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമ്മൾ അവിടെ കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ വരിക. ആദ്യം സിറ്റുവേഷൻ, പിന്നീട് നമ്മളെ ബ്രെയിനിലേക്ക് ഫീഡ്ബാക്ക് പോയിട്ട് അതിനനുസരിച്ച് റെസ്പോൺസ് അല്ല, എന്താണ് ഈ ബ്രെയിൻ ഈ ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്തിട്ട് മസിൽ ഓർഗൻസിലേക്ക് ഇമ്പൾസ് കൊടുത്ത് അങ്ങനെ ആ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സ്, ആ ഒരു അറൗസൽ പ്രോസസ്സ് നടക്കുകയാണ്. പിന്നീട് ഇമോഷൻ എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാവാണ്. അതിനുശേഷമാണ് ഈ ഇമോഷൻ അനുസരിച്ചുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ വരിക 1, 4, 8, 3 എന്നുള്ള രീതിക്കാം. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് 1, 4, 2, 3? ബി ആണ്. ഇതിൽ നിങ്ങൾ ഇത്ര കൺഫ്യൂസ്ഡ് ആവാനൊന്നും ഇല്ല കേട്ടോ. ആ തിയറിന്റെ ആ 3 ഇവന്റ്സ് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ 4 സിറ്റുവേഷൻസിനെ ഓർഡർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി. ഒരു മിനിറ്റ്, ഞാൻ ഓപ്ഷൻ കൊടുത്തത് തെറ്റാ തോന്നുന്നു. ഇത് ഞാൻ ഇതിൽ ഉത്തരം കൊടുത്തത് തെറ്റാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ഓർഡർ തന്നെയാണ് കറക്റ്റ്. ഓക്കെ, ബി ആട്ടോ ഉത്തരം വരാം. ഡി അല്ല ഉത്തരം വരാം. ഓക്കെ, ഇതിൽ ഈ റെഡ് ആക്കിയത് തെറ്റിപ്പോയതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉത്തരം വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ. നിങ്ങൾ ആപ്പിലേക്ക് PPT അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ ഒരു തെറ്റ് തിരുത്തിയിട്ട് തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എമർജൻസ് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ഓഫ് ഇമോഷൻ. ഏതാണ് ഒരു തിയറീസ്? ആദ്യം ഏതുണ്ടായി പിന്നെ ഏതുണ്ടായി? അതില്ലേ, സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ഓർഡർ തന്നെ പറഞ്ഞാൽ മതി. ആ ഒരു തിയറീസിന്റെ എമർജൻസിന്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും? ആദ്യം ഏതായിരിക്കും, പിന്നെ പിന്നെ ഏതൊക്കെ ആയിരിക്കും? എ. ഓക്കെ, പറയുന്നുണ്ട് ഏതന്നെയാണെന്നാണ് എന്റെ ഒരു ഊഹം. ഓക്കെ, ഏതന്നെയാണ് നമ്മൾ പറഞ്ഞല്ല, അതിന് പഠിച്ച ഓർഡർ തന്നെയായിരുന്നു ഞാൻ ഓർത്ത് വെച്ചത്. ആദ്യം ജെയിംസ് ലാങ്, പിന്നെ കാനൺ ബാർഡ്, പിന്നെ സ്കാറ്റർസിംഗ്. അങ്ങനെ തന്നെയാണ് അതിന്റെ നമ്മൾ ആ പഠിച്ചൊരു ഓർഡറിൽ അങ്ങനെ തന്നെയാണ് എമർജൻസി ഓർഡറിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു പോയത്. ആദ്യം ജെയിംസ് ലാങ്, പിന്നെ കാനൺ ബാർഡ്, പിന്നെ സ്കാറ്റർസിംഗ്. ആണ് ഉത്തരം. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സിസ്റ്റൻസ് ഓഫ് ദ 7th പ്രൈമറി ഇമോഷൻ സജസ്റ്റഡ് ബൈ സം തിയറിസ്റ്റീസ്. ഓക്കെ, ഏതാണ് 7th പ്രൈമറി ഇമോഷൻ? സി. എല്ലാരും പറയുന്നുണ്ട് സി ആണ്. അതാ ഞാൻ പറഞ്ഞത് 7th ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സി തന്നെയാണ് ഉത്തരം. 7ാമത്തെ ഇമോഷൻ ആയിട്ട് പല തിയറിസ്റ്റുകളും പറയുന്നത് കണ്ടംപ്റ്റിനെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ തിയറി ഓഫ് ഇമോഷൻ ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് തലാമസ് send sensory information to the cortex and sympathetic organs at the same time is the dash theory. ഏതാണ് തിയറി ഓഫ് ഇമോഷൻ ദാറ്റ് ചെയ്തത് തലാമസ് സെൻഡ് സെൻസറി ഇൻഫർമേഷൻ ടു ദ കോർട്ടെക്സ് ആൻഡ് സിമ്പത്തറ്റിക് ഓർഗൻസ് അറ്റ് ദ സെയിം ടൈം ഈസ് ഡാഷ് തിയറി? ബി. ബി പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കും വരില്ലേ? ബി തന്നെ കേട്ടോ ഉത്തരം. കാനൺ ബാർഡ് തന്നെയാണ് അവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട്. എന്താണ് കാനൺ ബാർഡ് തിയറിയിൽ എന്താ പറയുന്നത്? സൈമിൾട്ടേനിയസ് ആയിട്ട് ഇമോഷണൽ റെസ്പോൺസും അതുപോലെ തന്നെ നമ്മളെ ഫിസിയോളജിക്കൽ അറോസലും സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഏരിയാസിലേക്ക് സെയിം ടൈം എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് പോകണം. അപ്പൊ കോർട്ടെക്സിലേക്കും സിമ്പത്തറ്റിക് ഓർഗൻസിലേക്കും സെയിം ടൈം അവിടെ ഇമ്പൾസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സെൻസറി ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സെയിം ടൈം ഈ രണ്ടും ഒക്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഏത് തിയറിയിലാണ് വരുന്നത്? കാനൺ ബാർഡിന്റെ തിയറിയിലാണ് ആ ഒരു സൈമിൾട്ടേനിയസ് സംഭവം പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് കാനൺ ബാർഡിന്റെ ഇമോഷന്റെ തിയറിയിലാണ് ഈ രണ്ട് പാർട്ടിലേക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് സെൻസർ ഇൻഫർമേഷൻ പോകണമെന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ പഠിച്ച സംഭവങ്ങളില്ലേ അതേപോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വന്നോളണമെന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന പോലത്തെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടൈപ്പിലും വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ഷൻ ദാറ്റ് ഈസ് ഇന്റൻഡഡ് ടു ഹേർട്ട് അനദർ പേഴ്സൺ. ഇറ്റ് ഹാസ് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്ട്സ്. ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു വേർഡ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്യാൻ അതിൻ്റെ ആയിട്ടുള്ള ബിഹേവിയറിന് എന്താ പറയാ നമ്മള്? ബി. ഓക്കെ, നോറ ബി പറയുന്നുണ്ട്. എല്ലാരും പറയും സിമ്പിൾ അല്ലേ?
ഏതാണ്? ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? ഫ്രസ്ട്രേഷൻ ആണോ, അഗ്രഷൻ ആണോ, ഡിസിനിമിഷൻ ആണോ, ഇതൊന്നും ഇല്ലേ? ബി. ഓക്കെ. ബി പറയുന്നത് രോഹിണി എന്നാ പേര് തോന്നണം. ഓക്കെ. ബി എന്നാട്ടോ ഉത്തരം. അഗ്രഷൻ തന്നെ ഉത്തരം. ഒരാളെ ഹേർട്ട് ചെയ്യാന്നുള്ള ഇന്റൻഷനിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അഗ്രഷൻ തന്നെ. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഫ്ലീറ്റിംഗ് ഫേഷ്യൽ എക്സ്പ്രഷൻ ലാസ്റ്റിംഗ് ഓൺലി ഫ്യൂ tenth of second after an emotion provoking event are known as. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അതിന്റെ ഉത്തരം കിട്ടും. എന്താണ്? ഒരു സെക്കൻഡ്. അങ്ങനെ ഏതാ പറഞ്ഞേ? സി ആണോ? സി പറയുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഫ്യൂ ടെൻത്ത്, അതായത് ഒരു സെക്കൻഡിന്റെ 1/10 നമ്മൾ കാണിച്ചു വന്നൊരു ഇമോഷൻ, അത് ഇതിൽ ഏതായിരിക്കും? സി എന്നാണ് ഉത്തരം. മൈക്രോ എക്സ്പ്രഷൻ ആണ്. ആ ഒരു ടൈം അവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ആ ഒരു ഇത് സ്ട്രൈക്ക് ആയി തന്നെ ഉത്തരം കിട്ടും. ലാസ്റ്റിംഗ് ഓൺലി ഫ്യൂ tenth of second ആഫ്റ്റർ ഇമോഷൻ പ്രൊവോക്കിംഗ് ഇവന്റ്. ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് ഇവന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ഒരു മൈന്യൂട്ടായിട്ട് ആ ഒരു സഡൻ വന്നു പോകുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ, അത് മൈക്രോ എക്സ്പ്രഷൻ ആണ്. മൈക്രോ ഒരു 1/10 പാർട്ട് ഓഫ് സെക്കൻഡിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിയുന്ന ഒരു അതാണ് മൈക്രോ എക്സ്പ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഈസ് കോൾഡ് ദ സെന്റർ ഓഫ് ഇമോഷൻസ്? ഓക്കെ. ബ്രെയിനിലെ ഇമോഷൻസിന്റെ സെന്റർ ആയിട്ട് നമ്മൾ പറഞ്ഞത് അമിഗ്ഡാല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മൊത്തം നെർവസ് സിസ്റ്റത്തിലെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? നിങ്ങൾ ഗസ് ചെയ്യാ. എ ആണോ? ഓക്കെ, എ ആണോ എന്നുള്ള സംശയം വരുന്നുണ്ട്. ഏതന്നെ ആട്ടോ. തലാമസ് തന്നെ, സോറി, ഹൈപ്പോ തലാമസ് തന്നെയാണ് ഉത്തരം. ബ്രെയിനിലെ ഇമോഷന്റെ സെന്റർ എന്നാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും ഓപ്ഷനിൽ അമിഗ്ഡാൽ ഉണ്ടെങ്കിൽ അമിഗ്ഡാൽ തന്നെ. പക്ഷെ ഇവിടെ മൊത്തം നെർവസ് സിസ്റ്റം എന്നുള്ള രീതിക്ക് ചോദിച്ചതുകൊണ്ടും ഓപ്ഷനിൽ അമിഗ്ഡാല ഇല്ല എന്നുള്ളതുകൊണ്ടും ഹൈപ്പോ തലാമസ് ആണ് ഉത്തരം. 18ാമത്തെ ക്വസ്റ്റ്യൻ. The scatter singer theory of emotion differs from the earlier theories due to its emphasis on dash and dash. സ്കാറ്റർ സിംഗ് തിയറി എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു സ്കാറ്റർ സിംഗ് തിയറി? ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു, എന്നിട്ട് നമ്മളെ ഓട്ടോണോമിക് അറോസൽ ഉണ്ടാവുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ ഇമോഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്? ഗസ്സസ്, എനി ഗസ്? സി ആട്ടോ ഉത്തരം വരാം. കാരണം ഒരു ഇവന്റ് ഉണ്ടാവുന്നു, അതിനെ എന്താണ് ഫിസിയോളജിക്കൽ അറോസൽ ഉണ്ടാവുന്നു, ദെൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ്. അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഇന്നതാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ന ഇമോഷൻ ആണ് ഇവിടെ കാണിക്കേണ്ടത് എന്നുള്ള ഒരു കോഗ്നിറ്റീവ് ലേബലിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ഫിസിയോളജിക്കൽ അറോസിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇമോഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് തിയറിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്തിട്ട് ഓക്കെ, ഇന്ന അറൗസലൊക്കെയാണ് ബോഡിയിൽ നടന്നിട്ടുള്ളത്, ഇന്ന അറൗസൽ ഉണ്ടായത് കൊണ്ട് ഇത് ഇന്ന ഇമോഷൻ ആണ് ഉണ്ടാവേണ്ടത് എന്നുള്ള ലേബലിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഫീഡ്ബാക്ക്, ഇന്ന ഇമോഷൻ ആണ് ഉണ്ടാവുന്നുള്ള ഒരു ഫീഡ്ബാക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് സ്കാറ്റർ സിംഗർ തിയറി ബാക്കിയുള്ള തിയറി ഡിഫറെന്റ് ആവുന്നത്. ഓപ്ഷൻ സി ആണ്, കോഗ്നിറ്റീവ് ലേബലിംഗ് ഫീഡ്ബാക്ക് ആണ് ഉത്തരം വരാട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. Among the following theories, which one states that emotion is a result of interpretation of the causes of physiological arousal? Okay. Interpretation of causes of physiological arousal. ഏതായിരിക്കും? സി ആണോ? ഓക്കെ, സി പറയുന്നുണ്ട്. ഇത് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഉത്തരം സി അല്ല ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സി ആണോ എന്നുള്ളത് എനിക്കും ഡൗട്ട് വരുന്നുണ്ട്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോസസ് ഓഫ് ഫിസിയോളജിക്കൽ അറോസൽ എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യനില്ലേ ഒന്ന് പോസ് ചെയ്ത് വെക്കണം. ഇത് ഞാൻ അത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ ഉത്തരം ഞാൻ ജെയിംസ് ലാങ് എന്നാ കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്കിപ്പോ ചെറിയ കൺഫ്യൂഷൻ ആയി. കോഗ്നിറ്റീവ് ലേബലിംഗ് ആണോ എന്നുള്ള ഡൗട്ട് വന്നു. പക്ഷെ ഇനി അതല്ലേ എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഇത് എന്തായാലും PPT അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ഉത്തരം തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ചെറിയ ഡൗട്ട് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഒഴിവാക്കാം. സോറി, എന്തോ ഒരു പ്രശ്നം പറ്റി. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടും ഉത്തരം. If we are about to jump out of an airplane for the first time, we tend to feel extreme fear along with low levels of elation. Later, when we decide to jump again, we experience more elation and less fear. This scenario is supported by which theory of emotion? ആ ഒരു എക്സാമ്പിൾ വായിച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കി ഏതാണ് നിങ്ങൾക്ക് തോന്നണ ഉത്തരം? സി. സി പറയുന്നുണ്ട്. എന്താണ്? അതായത് ആദ്യമായിട്ട് നമ്മൾ ഒരു എയർപ്ലെയിനിൽ ജമ്പ് ചെയ്യാന്ന് പറയുമ്പോൾ സൂയിസൈഡ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മള് മറ്റേ
മറ്റേ ഫെസിലിറ്റീസ് എന്താ പറയാ പാരച്യൂട്ടൊക്കെ വെച്ച് ചാടില്ലേ ആ സംഭവം പറയുന്നത്. ആദ്യമായിട്ട് ചാടുമ്പോ എന്താണ് എനിക്ക് ഭയങ്കര പേടിയും വലിയ ആഹ്ലാദം അതൊന്നും ഉണ്ടാവില്ല. ഇലേസ് എന്ന് പറയുമ്പോ ഒരു ആഹ്ലാദം എന്നാണ് അതിന്റെ മീനിങ്. വലിയൊരു ഉഷാറൊന്നും ഉണ്ടാവില്ല, നല്ല പേടി ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ എന്താവും, പിന്നെ എന്താവും നമുക്ക് ആ ഒരു പേടി കുറഞ്ഞ് ആ ഒരു മറ്റേ അതിന്റെ ഓപ്പോസിറ്റ് ആയുള്ള ഇമോഷൻ അവിടെ കൂടും. ഓക്കെ, അപ്പൊ ഇത് ഏത് തിയറിയാണ് ഇത് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ ഒരു ഇമോഷന്റെ ഈ ഒരു കളി അല്ലെങ്കിൽ ഈ ഒരു ഓപ്പോസിറ്റ് ഇമോഷൻസിനെ കുറിച്ച് പറയുന്നത് ഏത്, മെൻഷൻ ചെയ്യുന്നത് ഏത് തിയറിയിലാ? ഓപ്പൺ പ്രോസസ് തിയറി തന്നെ കേട്ടോ. ഓപ്ഷൻ സി എന്നാണ് ഉത്തരം. ഓപ്പൺ ആൻഡ് പ്രോസസ് തിയറിയിലാണ് ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ആയിരിക്കും, പിന്നെ ആ ഒരു ഇത് കുറയും, മറ്റേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കൂടും എന്നുള്ളൊരു കൈൻഡ് ഓഫ് സംഭവം പറയുന്നത് ഓപ്പൺ ആൻഡ് പ്രോസസ് തിയറിയിലാണ്. ഓപ്ഷൻ സി എന്നാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സമയം കുറച്ച് അതിക്രമിച്ചു. അപ്പൊ ഇടക്ക് മീറ്റ് പോയതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനൊക്കെ ഞാൻ സോറി വെക്കാണ്, കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. 10 മോട്ടിവേഷനും 10 ഇമോഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്, അത് ഞാൻ റെഡിയാക്കിയിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. എന്തായാലും തെറ്റ് തിരുത്തിയിട്ട് ചെയ്യാം, തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്തിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് ഈ 2 ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പം പുതിയ കൺസെപ്റ്റുകൾ 1-2 ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിച്ചു, അത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടില്ലാത്ത 1-2 കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നിങ്ങൾ ഇനിയിപ്പോ പ്രീവിയസ് ഇയർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴോ എങ്ങനെയാലും ഇതുപോലെ പുതിയ സംഭവം പഠിക്കുമ്പോൾ പുതിയ കൺസെപ്റ്റ് വരും. അപ്പൊ അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമോഷനെയും മോട്ടിവേഷനെയും കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.